ഇന്ന് കർക്കിടകവാവ്. ആയിരങ്ങൾ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുന്ന ദിനം. പരമ്പരാഗത ബലിക്കടവുകളിലും ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളിലും പിതൃതർപ്പണം നടന്നു. കർക്കിടകത്തിലെ അമാവാസി നാളിൽ പിതൃക്കളുടെ ആത്മശാന്തിക്കായി നടത്തുന്ന തർപ്പണമാണ് കർക്കിടക വാവുബലി. ആലുവ മണപ്പുറം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി പേരുകേട്ട ബലിക്കടവുകൾക്കൊപ്പം പ്രാദേശികമായി നിരവധി ക്ഷേത്രങ്ങളിലും ക്ഷേത്രക്കടവുകളിലും ബലിതർപ്പണം നടന്നുവരുന്നുണ്ട്. ഹൈന്ദവ പാരമ്പര്യമനുസരിച്ച് കാലഗതിയടയുന്ന പൂർവികരുടെ ആത്മശാന്തിക്കായി മാറ്റിവെച്ച ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി. ഈ ദിവസം പിതൃക്കൾക്ക് ബലിയിട്ടാൽ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷവും സന്തതി പരമ്പരകൾക്ക് അവരുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം. സൂര്യൻ ദക്ഷിണായനത്തിൽ പ്രവേശിക്കുന്ന ഈ കാലയളവിൽ പിതൃക്കൾ ഭൂമിയിലെത്തി തർപ്പണം സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വാവുബലിയുടെ തലേന്നാൾ മുതൽ ഒരു നേരം അരിയാഹാരം മാത്രം കഴിച്ച് മനസ്സ് ശുദ്ധമാക്കും. ജലാശയങ്ങളിൽ മുങ്ങി നിവർന്ന് ശരീരശുദ്ധി പൂർത്തിയാക്കിയാണ് തർപ്പണം നടത്തുന്നത്. തർപ്പണം നടത്തി പിണ്ഡം പുഴയിലൊഴുക്കി കുളിച്ച് വ്രതം പൂർത്തിയാക്കുന്നതോടെ മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന പിതൃശാന്തി കർമ്മങ്ങൾ താൽക്കാലികമായി അവസാനിക്കും. വീണ്ടും പിതൃക്കൾ തിരിച്ചെത്തുന്ന അടുത്ത കർക്കിടകത്തിലെ അമാവാസി വരെ മക്കൾക്ക് പിതൃപുണ്യത്തിന്റെ അനുഗ്രഹദായകമായ നാളുകളാണ്. പിതൃക്കൾക്ക് അവ മോക്ഷം നൽകുന്ന ശാന്തിയുടെ നാളുകളുമായാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.